പൊട്ടിക്കും പൊട്ടിക്കും സിന്ദാബാദ് 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 ജോൺ വർഗീസ് നേതാവേ ജോൺ വർഗീസ് മൂരാച്ചി ജോൺ വർഗീസ് മൂരാച്ചി എങ്ങോട്ടാണോ ഈ പറക്കുന്നത്? പറക്കാതെ എങ്ങനെയാ സാർ അവന്മാരിന്ന് ഒരുങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഒന്നുകിൽ ഈ കോളേജിൽ ഇലക്ഷൻ, അല്ലെങ്കിൽ അവന്മാരുടെ മരണം. ഞങ്ങളും കുറെയൊക്കെ രക്തം കണ്ടതാ സാർ. ആ ഏറ് ജോൺ വർഗീസിന്റെ ഗുണ്ടകൾ എറിഞ്ഞതാ സാർ, അല്ലെങ്കിൽ ഇത്ര ഒച്ച കാണില്ല. എന്താണോ ചില്ലുകൾ ഓരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുക. കെമിസ്ട്രി ലാബിന്റെ 4, ലൈബ്രറി 2, ഓഫീസിന്റെ 1 എല്ലാം ഞാൻ എണ്ണിട്ട് വരിക. നല്ല 10 ക്ലാസ്സുകളാ സാർ. കുഴപ്പമാവോ ഇഷ്ടപ്പെട്ടു? എന്ത് കുഴപ്പം? പിള്ളേരെ സമയമല്ല, അവര് കളിക്കട്ടെ. കത്തിയും സൈക്കിൾ ചെയ്ത് ബോംബും ഒക്കെ ഉണ്ട്. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും എന്റെ സാറേ. ഇതെന്താണ് സാറേ, ചന്തയോ അതോ കോളേജോ? കോളേജ് അല്ലെന്ന് തീർച്ച. എന്നാ ചന്തയാണോന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനും വയ്യ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നതാണ് നല്ലത്. പക്ഷേ പോലീസിന് ക്യാമ്പസിന് ഉള്ളിൽ കയറാനുള്ള അധികാരമില്ല. വേണമെങ്കിൽ കുട്ടികൾക്ക് അകത്തും പോലീസിന് പുറത്തു നിന്ന് കല്ലെടുത്തെറിഞ്ഞ് കളിക്കാം. സാറ് റൂമിൽ ചില്ല് പൊട്ടി. സാറ് നോക്കിക്കാതെ പോലീസിനെ വിളിക്കും. ഇനി പ്രശ്നമില്ല. ആ വരവ് തന്നെ ഒരു ഐസ്ക്രീം ലോറി മറിഞ്ഞതുപോലെ ഉണ്ട്. എല്ലാവർക്കും ഒരു കുളിര് കോരിയിട്ടുണ്ട്. ഇവിടെ ആ കുഴപ്പമാണല്ലോ, ഞാൻ ഇടപെടണം. ഏയ് ഒരു കുഴപ്പമില്ല, കുഞ്ഞമ്മാവൻ ധൈര്യമായിട്ട് പൊക്കോളൂ. നിന്റെ ഭരണമാണ് ഇവിടെ എന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്നും അധികമാവണ്ട. പോവാം. പ്രശ്നവും നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ ഈ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടമായി പോയി. ഇന്നെന്തെങ്കിലൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച. ഒരു പോലീസ് ജീപ്പ് വരുന്ന കണ്ടപ്പോഴേക്കും നിങ്ങൾ ആവേശിക്ക് അങ്ങ് പോയോ? ഓ, ഒരു നല്ല ചാൻസ് കളഞ്ഞില്ലേ? അയ്യടാ, ഞങ്ങൾ തമ്മിൽ അടി കൂടണാണ് തനിക്ക് വലിയ മോഹമാണല്ലേ? പിന്നല്ലാതെ. 5-6 കൈയും കാലൊടിയും, പിന്നെ പോലീസ് വരും. ആ പേരിൽ പ്രിൻസിപ്പാൾ കോളേജിന് അവധി പ്രഖ്യാപിക്കും. അപ്പൊ എനിക്ക് വീട്ടിൽ പോവാല്ലോ. ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അടി വരണണ്ടപ്പോ വെട്ടുകിളി പറക്കണ പോലെ പറക്കണുണ്ടല്ലോ. അത് പിന്നെ ആവേശം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പ പറക്കും. അത് പോട്ടെ, എന്താ അടുത്ത പരിപാടി? നിന്നെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ആലോചിക്കട്ടെ ആദ്യം. അയ്യോ ചതിക്കല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അല്ലിറാണി വരുന്നുണ്ട്. അല്ലിറാണി ടയർ മുഴക്കിക്കൊണ്ട് എഴുന്നള്ളണ്ടപ്പോ ഏതോ ഒരു മന്ത്രിയുടെ എസ്കോട്ട് വണ്ടിയാന്നാ കരുതിയേ. മന്ത്രിക്കല്ല എസ്കോട്ട്, എനിക്ക് തന്നെയാ. എന്താ പൊന്നുമോന് പിടിച്ചില്ലേ? ഈ ശവം കൊണ്ടിരുന്ന വണ്ടിക്ക് എന്ന് മുതൽ എസ്കോട്ട് വണ്ടി എന്ന് പറയാൻ തുടങ്ങിയ വെട്ടുകിളി പറക്കല്ലേ? ചിലപ്പോ പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും. കുറെ നാളായല്ലോ നീ ഇവിടെ കിടന്ന് പറക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാ? ഈ കോളേജിലെ മഹാറാണിയോ? യെസ്. സംശയമുണ്ടോ രഞ്ജിത് ലാലിന്? ഐ വിൽ പ്രൂവ് ഇറ്റ്. എലക്ഷൻ കഴിയട്ടെ. അവളെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എലക്ഷൻ നിന്നുമില്ലേ? അതെ. അല്ലെങ്കിൽ രഞ്ജിത്ത് ലാൽ ആരാണെന്ന് അവിടെ വെച്ച് തന്നെ അവള് കണ്ടേനെ. നീ ചെയർമാൻ ആയാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഷ്ടകാലത്തിന് എങ്ങാനും ജോൺ വർഗീസ് ജയിച്ച ആരതി മേനോൻ ഹൈ ടെൻഷൻ കമ്പി പോലെ ഈ കോളേജിനകത്ത് കിടന്ന് ഷൈൻ ചെയ്യും. ഒരു പീറപ്പെണ്ണ് അങ്ങനെ ഷൈൻ ചെയ്താ നമ്മളെ കൈയും കെട്ടി നോക്കിയിരിക്കും. പീറപ്പെണ്ണെന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ കൊച്ചാക്കൊന്നും വേണ്ട. അവൾ ഒരു എടുപ്പുള്ള പെണ്ണ് തന്നെയാ. നമ്മളൊന്നും എടുത്താ പൊങ്ങൂല മോനെ. എടുപ്പുണ്ടാവാൻ എന്താ? അവളുടെ മുമ്പിൽ 2 ആന നടക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചു നോക്കിയിട്ടില്ലേ ദിലീപേ? അവളുടെ മുമ്പിൽ ശരിക്കും 2 ആന നടക്കുന്നുണ്ട്. ആരതിയുടെ ഒരു ബലത്തിലാ ഞാൻ രഞ്ജിത്ത് ലാലിനോട് മുട്ടുന്നത്. അവൻ കാശും കള്ളുമൊക്കെ പൊട്ടിച്ച് ആമ്പിള്ളേര് മുഴുവൻ ചാക്കിടുന്നുണ്ട്. ഞാൻ ജോൺ വർഗീസിന്റെ കൂടെ നിന്നത് അവനെ തോൽപ്പിക്കാനാ. ആരതി മേനോൻ വിചാരിച്ചാൽ അവൻ തോൽക്കും, തോറ്റിരിക്കും. പെമ്പിള്ളേര് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് എത്ത് ചെക്കന്മാരാ. പിന്നെ കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് വെട്ടിയാ പിന്നെ നമുക്ക് പ്രശ്നമില്ല. വെട്ടുകളി അടക്കം ഇങ്ങോട്ട് പോരും. നീ നോക്കിക്കോ, ആരതി മേനോൻ ഫുൾ സ്വിങ്ങിൽ ഇറങ്ങാൻ പോവാ. വെട്ടുകളി പോലെ ഞാൻ വെട്ടുകളി എവിടെയൊക്കെ തിരക്കി. അതെന്തിനാ കുട്ടി എന്നെ തിരക്കുന്നത്? വെറുതെ ഒന്ന് കാണാൻ. അത് വേണ്ട, ഞാൻ കുട്ടിയുടെ ശത്രുപാളയത്തിലാണ്. എന്നെ സ്വാധീനിക്കാൻ വെറുതെ പ്രലോഭനങ്ങളുമായി പുറകെ വരരുതേ. വെട്ടുകിളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ പേര് വെട്ടുകിളി എന്നല്ല, മാമോദീസ മുഖ്യ പള്ളിയിലിട്ട പേരുണ്ട് ജോസഫ്. അത് വിളിച്ചാ മതി. എനിക്ക് വെട്ടുകിളി എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ഞാൻ അങ്ങനെ വിളിക്കൂ.
പഞ്ചാര വാക്ക് പറഞ്ഞു മയക്കി എന്റെ വോട്ട് സ്വാധീനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എന്റെ വോട്ട് രഞ്ജിത്ത് ലാലിന് തന്നെയാണ്. എന്നങ്ങനെ തീരുമാനിച്ചാലോ? തീരുമാനമാണ്. എങ്കിൽ ജോസഫ് എന്ന ഈ വെട്ടുകിളി രഞ്ജിത്ത് ലാലിന് വോട്ട് ചെയ്യുന്നില്ല. ആരതി മേനോനാണ് പറയുന്നത്. ജോസഫ് ജോൺ വർഗീസിനെ വോട്ട് ചെയ്യൂ. വോട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് എന്ത് തരും? എന്ത് വേണം? എന്ത് ചോദിച്ചാലും തരൂ. എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും. അത് മതിയോ? അതെനിക്ക് വേണ്ട. പിന്നെ ജോസഫിന് എന്ത് വേണം? ഒരു ഉമ്മ തരൂ. അത്രേ ഉള്ളോ? എല്ലാരും വന്നേ, വന്നേ വന്നേ വന്നേ. എല്ലാവരും ശ്രദ്ധിക്കുക. കേവലം ഒരു ഉമ്മ കൊണ്ട് $10 മില്യൺ വിലയുള്ള ഒരു വോട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിന് ലഭിക്കുമെങ്കിൽ ഞാനിതാ ജോസഫിന് ഒരു ഉമ്മ സമ്മാനിക്കുന്നു. നീ എന്തായി പറയുന്നേ? വെയിറ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ, ജോസഫ് വാക്ക് മാറില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. ഓക്കെ, $10 മില്യൺ വിലയുള്ള ആ കിസിനു വേണ്ടി ഞാൻ എന്റെ വോട്ട് കുട്ടിക്ക് സമ്മാനിക്കുന്നു. ഇനി വാക്ക് മാറരുത്. വാക്ക് മാറിയാൽ വെട്ടുകിളി പിന്നെ ഈ കോളേജിൽ പറക്കില്ല. അറിയാലോ ആരതിയെ? നീ ചൂടാവണ്ട. ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ പോലും നിന്നെ കോട്ട് ചെയ്യില്ല. ഇറ്റ് വാസ് എ വെർജിൻ കിസ്. $1,000 മില്യൺ കിസ്. ഇഡിയറ്റ്. നാറിയിട്ട് വയ്യ. അവൻ കുളിച്ചിട്ട് 1 മാസമായിട്ടുണ്ടാവും. നിന്റെ വീരസാഹസം കോളേജ് മുഴുവൻ പാട്ടാവും. സാഹസമല്ല, ത്യാഗം. സാറെന്തിനെ എന്നെ വിളിപ്പിച്ചത്? മാമുണ്ണ, ഞാൻ ഈ കോളേജിൽ ആരാ? പ്രിൻസിപ്പൽ. സംശയമില്ലല്ലോ. എങ്കിൽ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കും. കേവലം ഒരു ഉമ്മയുടെ പേരിൽ ഒരു പാവം പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണ് സർ. കേവലം ഒരു ഉമ്മയല്ല അവിടെ പ്രശ്നം. ഈ കോളേജിന്റെ അന്തസ്സാണ്. ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് താൻ കേട്ടിട്ടില്ലേ? അതെന്താ? ഭാരതത്തിലെ സ്ത്രീകളൊന്നും ഉമ്മ വെക്കാറില്ലേ? തർക്കുത്തരം പറയരുത്. ചിറ്റേർത്ത് തറവാട്ടിലെ കുട്ടിയായി പോയത്. ആ കുടുംബവുമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളും കടപ്പാടുകളും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം സസ്പെൻഡ് ചെയ്തു. അപ്പൊ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞതോ? ഓ, തർക്കുത്തരം. ഓരോ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ സഹോദരന് ഞാനൊരു ഉമ്മ കൊടുത്തത് അത്ര വലിയ തെറ്റാണോ? അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അപ്പൊ ശരിയാണല്ലേ? ഓ, സോറി സർ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. താൻ ക്ലാസ്സിൽ പോകും. അപ്പൊ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. താങ്ക് യു സർ. സാറെന്താ ഇടി വെട്ടിയതുപോലെ? ഒരിടി വെട്ടി കൃഷ്ണൻകുട്ടി. എവിടെ? ആരോടും പറയരുത്. എടോ, താനിവിടെ വെയിറ്റ് ചെയ്യ്. എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. അല്ല, ഇതെന്താ കയ്യിൽ? പുതിയ ഡിസ്കവർ മാഗസിനിൽ ഒരു എമർജൻസി ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന് പരീക്ഷ നോക്കാന്ന് വെച്ചു. പരീക്ഷിച്ച് നിന്റെ മുറി കടക്കാൻ പറ്റാതായിട്ടുണ്ട്. എവിടെ തൊട്ടാലും ഷോക്കാ. എന്റെ മുറി കടക്കുമ്പോ അല്പം സൂക്ഷിച്ചൊക്കെ കടന്നാ മതി. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, ആ കുഞ്ഞമ്മായി, ഷോക്ക് അടിക്കാതെ ഒന്ന് മുറി കൊണ്ട് വെച്ചേക്ക്. മുത്തശ്ശി, മുത്തശ്ശിയുടെ ബോബിക്കുട്ടി വന്നു. ബോബിക്കുട്ടി എന്താ ഇത്ര വൈകിയേ? ഇന്ന് കോളേജ് മുഴുവൻ ഒരുപാട് പേരെ പിടിച്ച് കൊടയാനുണ്ടായിരുന്നു എന്റെ പൊന്നു മുത്തശ്ശി. നീ കൊടച്ചിട്ട വല്ലവർക്കും ജീവനുണ്ടോ മോളെ? ഒരെണ്ണം പോലും ചത്തില്ല. സകല ചെത്തുപിള്ളേർക്ക് എന്തൊരു തൊലിക്കടിയാ. ചോദിച്ച് ഞാൻ ഇന്ന് ഒരുത്തൻ ഒരു ഉമ്മ കൊടുത്തു. എന്റെ അമ്മോ, ഞാൻ പറയാറില്ലേ വെട്ടുകിളി. അവന്റെ തരിപ്പൊന്ന് കാണണമായിരുന്നു മുത്തശ്ശി. നീ എന്തിനാ അവന് ഉമ്മ കൊടുത്തത്? അവൻ രഞ്ജിത്തിലാലിന്റെ വലം കയ്യാ. ഒരൊറ്റ ഉമ്മ കൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ പോന്നു. എന്നാലും അത്രത്തോളം വേണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കുട്ടനല്ലേ നിന്റെ പ്രിൻസിപ്പാള്? അവൻ ആള് മുൻകോപിയാ. സസ്പെൻഡ് ചെയ്യും. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോയതാ മുത്തശ്ശി. എന്നിട്ടെന്താ? മുത്തശ്ശിയുടെ മോളല്ലേ ഞാൻ. വാചകം അടിച്ച് ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊടുത്തു വരണം.
മുത്തശ്ശി 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 ചുവന്നലൈറ്റ് എത്തിയില്ലോ എവിടെ ഓ കഴുത്തിലെങ്ങി ഉണ്ടല്ലേ വേണ്ട ആരും എന്റെ പിന്നാലെ വരണ്ട ഞാൻ പോരാം എന്താ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലടോ എന്താണോ എന്ത് പറ്റി ചുവന്ന ലൈറ്റ് എത്തി തന്റെ അമ്മ ചാവാൻ പോണെന്ന് അയ്യോ എവിടേക്ക് അങ്ങോട്ട് മാറി നിൽക്കൂ. എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. എന്താ പോയാ മാറി. കയ്യിൽ- ഓ, എന്താ കൈ തരാൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്റെ കൈ കൊള്ളു കാലെവിടെ കാല് മറച്ചിട് മറച്ചിടാൻ നീ മറക്കി ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കണം എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറഞ്ഞോളൂ മുകളിലൊരാൾ ഇരിക്കുക മുത്തശ്ശി ശ്വാസം വന്നില്ലേ അയ്യോ എന്റെ അമ്മേ. മുത്തശ്ശി എന്നെ നീ പേടിപ്പിച്ചോ എന്തെങ്കിലും തമാശ പറഞ്ഞ അമ്മ ചിരിപ്പിച്ചു കാണും കുട്ടിയോട് ഞാൻ പലവാശം പറഞ്ഞില്ലേ മുത്തച്ഛോട് തമാശ പറയരുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ചിറ്റെടുത്ത് ലക്ഷ്മി അമ്മ അത്ര എളുപ്പമൊന്നും പോവുകയല്ലേ ഡോക്ടറെ എന്താ കാരണം നീ ബാക്കി പറ മോളെ